ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് എനിക്ക് പനിയായിരുന്നു, അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറി. അപ്പോൾ ഇന്ന് വൈറ്റമിൻ സി എങ്ങനെയാണ് നമ്മുടെ പ്രായമുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഉള്ളൊരു വീഡിയോയെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞു തരാമേ. നമ്മളൊക്കെ കോവിഡ് സമയത്ത് എല്ലാവരും പറഞ്ഞില്ലേ വൈറ്റമിൻ സി ടാബ്ലറ്റ് എല്ലാ ദിവസവും ഒന്ന് കഴിക്കണം, അപ്പോൾ ഇമ്മ്യൂണിറ്റി നന്നാവും എന്നൊക്കെ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ സ്കിന്നിനും വൈറ്റമിൻ സി വേണ്ടിയത്. അപ്പോൾ സ്കിന്നിന് വൈറ്റമിൻ സി എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് തരുന്നത്? അപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് കൊളാജൻ ബൂസ്റ്ററാണ്. ഈ കൊളാജൻ എന്താണ്? കൊളാജൻ നമ്മുടെ എല്ലാം ബോഡിയിലുള്ളത് തന്നെയാണ്. ഈ കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യമുള്ളൊരു പ്രോട്ടീനാണ്. അതായത് കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റായിട്ടിരിക്കാനും നല്ല ചെറുപ്പത്തിരിക്കാനും നല്ല തുടുത്തിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ കൊളാജൻ എന്ന് പറയുന്ന സാധനം. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ ഇതെല്ലാം കുറഞ്ഞു വരും. അപ്പം അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റമിൻ സി സെറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ് നന്നായിട്ടുണ്ടാവും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ഫൈൻ ലൈൻസും റിങ്കിൾസും കുറയ്ക്കും. മെലാനിൻ ആണല്ലോ നമ്മുടെ ഈ ഡാർക്കർ സ്കിൻ ടോൺ തരുന്നത്. അപ്പോൾ അത് കുറയ്ക്കും, അതുകൊണ്ട് ബ്രൈറ്റ്നസ് ഉണ്ടാകും. എല്ലാവർക്കും ആഗ്രഹമാണ് നല്ല കളർ വേണമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ചെറുപ്പത്തിലുള്ള കളർ പലർക്കും വയസ്സാകുമ്പോൾ കാണത്തില്ല, കളർ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവർ ചെറുപ്പത്തിൽ അതിനേക്കാളും നല്ല കളർ ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ബ്രൈറ്റ്നസ് തരാനും യൂത്ത്ഫുള്ളായിട്ട് നല്ല ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഉള്ള ഒരു പരിധി വരെ ആ സ്കിന്നിന് നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി സിറം. പിന്നെ അതുപോലെ തന്നെ സണ്ണിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാലം സൂര്യപ്രകാശത്തിലൊക്കെ നമ്മൾ നടന്നും എല്ലാം നമ്മുടെ സ്കിന്ന് ഒരുപാട് ചീത്തായിട്ടുണ്ടാകും. കൂടുതലും മുഖത്തിനാണ് അത് വരുന്നത്, കാരണം മുഖമാണല്ലോ എക്സ്പോസ് ചെയ്ത് കൂടുതൽ സണ്ണിലിരിക്കുന്നത്. പിന്നെ കൈയും കാലും ഒക്കെ, ബാക്കിയെല്ലാം നമ്മൾ മാക്സിമം നമ്മൾ ഡ്രസ്സ് ഇട്ട് മറച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ അത് കാരണം ആ സ്കിന്നിന് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ സി സഹായിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ഒരുപാട് ടോക്സിൻസ് കാണും, വേസ്റ്റ് കാണും, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ, എന്തായാലും ഒരു 3 മാസമൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ആ ബ്രൈറ്റ്നസ് കണ്ടുവരുന്നത്. അല്ല ഒരു ദിവസം ഇട്ടിട്ട് പിറ്റൊന്ന് വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, പക്ഷേ പിഗ്മെൻറ്റേഷൻ നല്ല കുറയ്ക്കും. ഞാൻ ആദ്യം ഉപയോഗിച്ചത് വൈറ്റമിൻ സി ആണ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ ഇത്രയും നല്ല കറുപ്പായിരുന്നു, നല്ല കറുത്ത്. അത് ഈ മെനോപോസ് സമയത്ത് വന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും പോയില്ല, പക്ഷേ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ട് ഞാൻ തനിയെ തന്നെ ഒരു വൈറ്റമിൻ സി ഒക്കെ വാങ്ങിച്ച് ഒന്ന് ചെറിയ കോൺസെൻട്രേഷനിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ല കുറഞ്ഞു വരുന്നു. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പിന്നെ ഞാൻ മാറ്റി, കാരണം പിന്നെ അതിന് ആ എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അത് കൂടെ ശ്രദ്ധിച്ചോളണം. വൈറ്റമിൻ സി, ഇനി പലതരം വൈറ്റമിൻ സി ഉണ്ട്. എൽ-അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രായം കഴിഞ്ഞിട്ട് ആൻറ്റി ഏജിങ്ങിന് അതിനേക്കാൾ നല്ലത് ഈഥൈൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ സി ആണ് നമുക്ക് ആൻറ്റി ഏജിങ്ങിനും പിഗ്മെൻറ്റേഷനും നല്ലത്. എൽ-അസ്കോർബിക് ആസിഡ് ചെറുപ്പക്കാരായ പിള്ളേർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മുടെ പ്രായമൊക്കെ കഴിയുമ്പം ഈഥൈൽ അസ്കോർബിക് ആസിഡാണ് നല്ലത്. അപ്പോൾ അത് പിഗ്മെൻറ്റേഷനും കുറയ്ക്കും, ബ്രൈറ്റ്നസ്സും തരും. പിന്നെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് വേറൊന്നാണ്, ഓയിലി ആയിട്ടുള്ളവർക്ക് എല്ലാം അസ്കോർബിക് ആസിഡ് ആണെങ്കിലും അതിൽ വേറെ കുറച്ചും കൂടെ ചേർന്നിട്ടാണ് അത് വരുന്നത്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എൽ-അസ്കോർബിക് ആസിഡ് തന്നെയാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നും ഇല്ല. ഇനി വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ ചെയ്തു കൂടാത്ത 2-3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. റെറ്റിനോയിഡ്സോ AHA BHA ഇങ്ങനെയൊക്കെ ഉള്ള സിറത്തിൻ്റെ കൂടെയോ അതിൻ്റെ കൂടെയോ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം അത് പിന്നെ നയാസിനമൈഡിൻ്റെ കൂടെയും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം ഹെലറോണിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ക്രീംസാണ് വൈറ്റമിൻ സിയുടെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളണം. നയാസിനമൈഡ് ഉള്ളതാണെങ്കിൽ അധികം അത് നമുക്ക് എഫക്റ്റ് തരത്തില്ല. അതേസമയം ഹെലറോണിക് ആസിഡിൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ അത് നല്ല എഫക്റ്റ് തരും. സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പേ നല്ലോണം മുഖം കഴുകിയിട്ട് നല്ലോണം തുടയ്ക്കണം. അല്ല ജലത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ല. നല്ലോണം തുടച്ചതിന് ശേഷം മാത്രം വൈറ്റമിൻ സി ഉപയോഗിക്കുക. എൻ്റെ അഭിപ്രായം അനുസരിച്ച് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് രാത്രിയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പകലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പകൽ രാവിലെ ക്ലെൻസ് ചെയ്തിട്ട് വൈറ്റമിൻ സി സിറം ഇട്ട്
ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറും അതും കഴിഞ്ഞൊരു 3 മിനിറ്റ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി സെറം പെട്ടെന്ന് സൂര്യപ്രകാശമായിട്ട് അത് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ കറുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാത്രിയിലിട്ടിട്ട് അത് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഒരു നൈറ്റ് ക്രീമോ മോയ്സ്ചറൈസറോ ഇട്ടിട്ട് കിടക്കുക എന്ന് പറയുന്നത്. കിടക്കാൻ നേരത്ത് പോയി ഇടരുത്, കുറച്ച് മുന്നേ ആയിട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ കോൺസെൻട്രേഷനിലുള്ളത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. ചെറിയ കോൺസെൻട്രേഷൻ. ഇനി കുറച്ച് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ആയാലും കൊള്ളാം. പിന്നെ ചിലർ പറയും കണ്ണിൻ്റെ താഴെ ഇടരുത്, ഇവിടെ എങ്ങനെ ഇടരുതെന്ന് പറയും. പക്ഷേ നിങ്ങൾ കുറച്ച് കൂടിയ കോൺസെൻട്രേഷനാണ് ഉപയോഗിക്കുന്നത്, ഒരു 20% ആണ് ഉപയോഗിക്കണമെങ്കിൽ 20% മുഖത്തിട്ടതിന് ശേഷം ചെറിയൊരു കോൺസെൻട്രേഷൻ ഉള്ളതും കൂടെ വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കണ്ണിൻ്റെ ഇവിടെ ഇടാം. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ 2 തരത്തിലുള്ളത് വാങ്ങിച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഇടുന്നത്. അപ്പോൾ കണ്ണിൻ്റെ താഴെ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കും. അല്ലാതെ ഇവിടെ എല്ലാം കളർ വന്നിട്ട് കണ്ണിൻ്റെ ഇവിടെ മാത്രം കളറില്ലായിരുന്നു വൃത്തിയിടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയെല്ലാം കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ചെറിയ കോൺസെൻട്രേഷനിലുള്ളത് വാങ്ങി വെച്ചിരുന്നാൽ നമുക്ക് കണ്ണിൻ്റെ താഴെയും ഇടാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെയും ബ്രൈറ്റ്നസ് ഉണ്ട്. ഇവിടുത്തെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളവിടെ ചെറിയ കോൺസെൻട്രേഷനുള്ളത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരുപാടെടുത്ത് യൂസ് ചെയ്ത് ഒരു 2-3 ഡ്രോപ്പ് മതി. ഒരു ചെറിയ 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ പാറ്റ് ചെയ്ത് ആണ് ചെയ്യണം. ഇട്ട് തേച്ച് പിടിപ്പിക്കേണ്ട. പക്ഷേ 2-3 ഡ്രോപ്പ് എടുത്തിട്ട് പാറ്റ് ചെയ്താണ് എല്ലായിടത്തും അങ്ങ് ആക്കിയാൽ മതി. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇതിൻ്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ. ഒരു 3 മാസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ അതാ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം. പക്ഷെ കണ്ടു തുടങ്ങാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് കുറച്ച് ഭേദം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അയ്യോ എനിക്ക് അതിൻ്റെ റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തുകയും ചെയ്യരുത്. ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കുകയും ചെയ്യരുത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്കൊരു 3 മാസം കഴിയുമ്പോൾ നല്ല റിസൾട്ട് തരുന്നത്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് കളറൊന്നും വീഴുന്നില്ല. എല്ലാവർക്കും ആഗ്രഹമാണ് കളർ. ഈ പറയണ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് തരുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ സ്കിന്നിലുള്ള 70% പ്രശ്നവും തരുന്നത് നമ്മൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ നമ്മുടെ സ്കിന്നെ നേരെ സൂക്ഷിക്കാൻ നമ്മളെ ചെറുപ്പം മുഴുവൻ നടന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിലുള്ള 70% പ്രശ്നങ്ങൾ വരുന്നത്. അതെല്ലാം ഒരു പരിധിവരെ ഈ വൈറ്റമിൻ സി സെറം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചിലർ പറയും റെറ്റിനോൾ യൂസ് ചെയ്യാം, വൈറ്റമിൻ സിയുടെ കൂടെ യൂസ് ചെയ്യാം എന്ന് ചിലർ പറയും. പക്ഷെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഇട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റെറ്റിനോൾ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രീമോ ഇതൊക്കെ ഇടാവൂ. എൻ്റെ അഭിപ്രായം അനുസരിച്ച് റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 30 to 35 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് പോയി അത് ചെയ്യാനുള്ള ജോലിയെല്ലാം അത് ചെയ്ത് കഴിയും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇട്ട ഉടനെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ റെറ്റിനോൾ എടുത്ത് ഇട്ട് കൊടുക്കരുത്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. BHA ഒന്നും ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത് വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഡാർക്ക് ബോട്ടിലിൽ ബ്രൗൺ കളറോ ഡാർക്ക് ബ്ലൂ കളറിലോ ഒക്കെ ഉള്ള ബോട്ടിലുള്ളത് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ. വൈറ്റമിൻ സി എപ്പോഴും നല്ല ക്ലിയർ നല്ല പച്ചവെള്ളം പോലെ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ഒരു മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ കളറ് വന്നു കഴിയുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് ചീത്തയായി ഓക്സിഡൈസ് ആയി എന്നാണ്. അപ്പോൾ ഈ ലൈറ്റ് കളർ കുപ്പിയിലുള്ളത് വാങ്ങുമ്പോൾ പെട്ടെന്ന് സൂര്യനുമായിട്ട് അത് അട്രാക്ട് ചെയ്ത് ഓക്സിഡൈസ് ആകും. അതുകൊണ്ടാണ് പറയുന്നത് ഡാർക്ക് കളർ ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ സൂര്യപ്രകാശം തട്ടാതിരിക്കുന്ന ഒരു ഭാഗത്തോട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് വെക്കുക. ഇനി വൈറ്റമിൻ സി വാങ്ങിക്കഴിഞ്ഞാലും അത് പൊട്ടിച്ച് കഴിയുമ്പോൾ 3 മാസം കൊണ്ട് തീർത്തിരിക്കണം. അത് കഴിഞ്ഞ് യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്താൽ അതിൻ്റെ ഗുണവും കിട്ടത്തില്ല, അതിൻ്റെ ദോഷമേ കിട്ടത്തുള്ളൂ. കാരണം അത് നമ്മൾ യൂസ് ചെയ്ത് തുറക്കുമ്പോഴും ഒക്കെ ഈ സൂര്യൻ്റെ ഈ പ്രകാശം അടിച്ച് അതിൻ്റേതായ എഫക്റ്റൊക്കെ കുറയും. അതുകൊണ്ടാണ് പറയുന്നത് അത് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അത് പൂട്ടി വെക്കണം. പൂട്ടി വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് അത് എടുത്ത് യൂസ് ചെയ്ത് തീർക്കണം. മുഖക്കുരു ഉള്ള കുട്ടികളാണെങ്കിൽ മുഖക്കുരുയിൽ ഇടരുത്. അത് വളരെ ശ്രദ്ധിക്കണം. മുഖക്കുരുയിൽ ഇടുകയും ചെയ്യരുത്. ബാക്കി ഭാഗത്ത് വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കുറയാനിത് സഹായിക്കുന്നതാണ്. ഞാൻ പണ്ട് പഠിപ്പിച്ചൊരു കുട്ടിയുണ്ടായിരുന്നു. അതിന് ഇവിടെ അത്രയും നിറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും മാറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ
ഞാൻ ആ കുട്ടിക്ക് വൈറ്റമിൻ സി സെറം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇവിടുത്തെ അത്രയും മാറി. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ആ കുട്ടിക്ക് മാറിയായിരുന്നു. പിന്നെ യൂസ് ചെയ്യുമ്പോഴും കയ്യിൽ എടുത്ത് തേച്ചിട്ടല്ല സിറം ഇടുന്നത്. സിറം ഡയറക്റ്റ്ലി ഇട്ടിട്ട് നമ്മൾ ഒന്നീ ഒരു ഫിംഗർ കൊണ്ടോ അല്ലെങ്കിൽ 2 ഫിംഗർ കൊണ്ടോ ഒന്ന് പാറ്റ് ചെയ്ത് ഉള്ളിലോട്ടാണ് കയറ്റാനുള്ളത്. അല്ലാതെ റബ്ബ് ചെയ്യരുത്. കയ്യിൽ തേച്ചിട്ടെടുത്ത് മൊത്തത്തിൽ തേക്ക് അങ്ങനെയും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വൈറ്റമിൻ സി സിറം ഇടുന്നത് കൊണ്ടുള്ള മുഴുവൻ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കിട്ടും. ഇനി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുഖത്തിന് മാത്രമല്ല കഴുത്തിനും ഇടുക. ചെറിയ കോൺസെൻട്രേഷനിൽ കണ്ണിൻ്റെ ചുറ്റാകെ ഇടുക. അപ്പോൾ 2 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ വാങ്ങിച്ചിട്ട് ഏറ്റവും ചെറിയ ലോവർ കോൺസെൻട്രേഷനിലുള്ള ഒരെണ്ണം വാങ്ങിച്ചിട്ട് കണ്ണിൻ്റെ എവിടെയും കൂടെ ഇട്ടാൽ ആ ബ്രൈറ്റ്നസ്സും കിട്ടും. ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു വൈറ്റമിൻ സി ഒരു ബ്രാൻഡ് മറ്റത് വേറൊരു ബ്രാൻഡ് അങ്ങനെ വാങ്ങരുത്. ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ അത് തന്നെ ആയിരിക്കണം. എല്ലാ ബ്രാൻഡും ഒരേ ബ്രാൻഡായിരിക്കണം. അതാണ് ഏറ്റവും നല്ല ഗുണം തരുന്നത്. അല്ലാതെ ഇവിടെ ഇടുന്ന ഹയർ കോൺസെൻട്രേഷനിൽ ഇടുന്നതിന് ഒരു ബ്രാൻഡും ലോവർ കോൺസെൻട്രേഷനിൽ ഇടുന്നതിന് വേറൊരു ബ്രാൻഡും ആകാൻ ശ്രമിക്കരുത്. 10% കോൺസെൻട്രേഷനിൽ തുടങ്ങുക. ഇനി അതിലും കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ അതിലും കുറച്ച് കോൺസെൻട്രേഷനിൽ തുടങ്ങിയാലും കുഴപ്പമില്ല. 10%ൽ തുടങ്ങുക. ഇനി നിങ്ങൾക്ക് 20% കോൺസെൻട്രേഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ച് അതിൽ നിന്ന് ഒരു 2-3 തുള്ളി എടുത്ത് കുറച്ച് മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ടാലും മതി. അപ്പം മിക്സ് ചെയ്തിടുമ്പോഴും അതങ്ങ് ഡൈല്യൂട്ട് ആവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്. ആ നിങ്ങളുടെ ഉചിതം പോലെ ഇരിക്കും. നിങ്ങളുടെ മുഖത്തിന് അതിടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ട് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് കുറച്ച് നാൾ ഇപ്പം ഇത് കിട്ടുന്നതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ സമയം എടുക്കും അത് കിട്ടാനായിട്ട്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഏത് സാധനം എടുത്താലും ആയുർവേദത്തിൻ്റെ ആവട്ടെ, അലോപ്പതിയുടെ ആവട്ടെ, സെറം ആവട്ടെ, എന്താവട്ടെ, പാച്ച് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്. കാരണം എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഫസ്റ്റ് ആഴ്ച ഒരു ദിവസം ഇടുക, സെക്കൻഡ് ആഴ്ച വന്ന് 2 ദിവസം ഇടുക, മൂന്നാമത്തെ ആഴ്ച 3 ദിവസം ഇടുക. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. അല്ലാതെ കൂടുതലെടുത്ത് മുഖം മുഴുവനായിട്ട് എല്ലാ ദിവസവും ഇട്ട് തുടക്കക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ച് പറയാനുള്ളത്. രാവിലെ ഇടുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് മുഖം നന്നായിട്ട് കഴുകിയിട്ട് സിറം അപ്ലൈ ചെയ്യുക. ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സെറം ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ് സൺസ്ക്രീൻ. ഇത്രയും മസ്റ്റാണ്. ഇനി രാത്രി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക, ടോണർ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞ് സിറം, അത് കഴിഞ്ഞ് നൈറ്റ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ. ഇത്രയാണ്. നൈറ്റിലിടുമ്പോഴത്തേക്ക് കുറച്ച് മുന്നേ ഇടുക. കാരണം ഇട്ടിട്ട് ഓടിപ്പോയി കിടക്കരുത്, എഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ വൈറ്റമിൻ സിയുടെ കൂടെ വൈറ്റമിൻ ഇ ചേർന്ന ക്രീമുകൾ നിങ്ങൾ വാങ്ങുമെങ്കിൽ അതും നല്ലതാണ്. വൈറ്റമിൻ ഇ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ചിലർക്ക് സിറം പറ്റില്ല, ക്രീംസ് ആണ് നല്ലത്. വൈറ്റമിൻ സി ക്രീംസ് വാങ്ങുന്നെങ്കിൽ അത് വൈറ്റമിൻ ഇയും കൂടെ ചേർന്നത് നോക്കി വാങ്ങുക. ആക്നെ പ്രോൺ സ്കിന്നിന് സോഡിയം അസ്കോർബിൽ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, സോഡിയം അസ്കോർബിൽ ഫോസ്ഫേറ്റ് ആക്നെ പ്രോൺ സ്കിന്നിന് അതാണ് നല്ലത്. എൽ അസ്കോർബിക് ആസിഡാണ് പറയപ്പെടുന്നത് എല്ലാത്തിലും നല്ലത്. എൽ അസ്കോർബിക് എന്നാണ്. അത് എല്ലാവർക്കും സ്യൂട്ടാവണമെന്ന് എന്നില്ല. ഡ്രൈ സ്കിന്നുള്ളവർ ഹൈലറോണിക് ആസിഡും കൂടെ അടങ്ങിയ വൈറ്റമിൻ സി വാങ്ങുന്നതായിരിക്കും നല്ലത്. അത് വാട്ടർ സോല്യൂബിൾ ആണ്. ഹൈലറോണിക് ആസിഡ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ കണ്ടൻറ്റ് തരും. അപ്പം ഡ്രൈ എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ ഒരിക്കലും നല്ലതല്ല, ഹെൽത്തി അല്ല. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് അടങ്ങിയ വൈറ്റമിൻ സി സിറം ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. മെഗ്നീഷ്യം അസ്കോർബിക് ഫോസ്ഫേറ്റ് ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം വാങ്ങാം. നമ്മുടെ സ്കിന്നൊക്കെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല ഫുഡ്, വെള്ളം, നല്ല ഉറക്കം, ആരോഗ്യം, എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ളവരൊന്നും എക്സസൈസ് ചെയ്യില്ലെങ്കിൽ കുറച്ചൊക്കെ നടക്കാം. ഇതെല്ലാം കൂടെ ചെയ്യണം. നല്ല ഫുഡെന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. പിന്നെ എന്തെങ്കിലും ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം അനുസരിച്ച് ജീവിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. അതാണ് ഏറ്റവും വേണ്ടിയത്. നല്ല ഉറക്കം കിട്ടുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ സി ഒരു മിറക്കിൾ പ്രോഡക്റ്റാണ്. വാങ്ങാൻ പറ്റുന്നവർ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കില്ല. നിങ്ങളുടെ സ്കിന്നിൻ്റെ രീതിക്കനുസരിച്ചുള്ള വൈറ്റമിൻ സി സിറം
വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള വൈറ്റമിൻ സി സിറപ്പിനെ കുറിച്ച്. വൈറ്റമിൻ സി സിറം ഇപ്പം മാർക്കറ്റിൽ ഏത് വീഡിയോസ് എടുത്താലും വൈറ്റമിൻ സി വൈറ്റമിൻ സി വൈറ്റമിൻ സി. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ സി എന്തെന്ന് അറിഞ്ഞുകൂടായിരിക്കും, ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്, നോളജിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എനിക്കറിയാമെന്നുള്ള നല്ല വൈറ്റമിൻ സിയുടെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളതും ലോവർ കോൺസെൻട്രേഷൻ ഉള്ളതും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ഇഷ്ടമുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാം. നല്ല ബ്രാൻഡ് നോക്കി ലോവറും ഹയറും വാങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങുക. അല്ല ക്രീംസാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ വാങ്ങുക. പിന്നെ വേറൊരു കാര്യം, ചിലർ വരും വൈറ്റമിൻ സിയുടെ ഫേസ് വാഷ്, വൈറ്റമിൻ സിയുടെ ടോണർ, വൈറ്റമിൻ സിയുടെ സിറം, വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാനും പറയും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ബാക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ആൾ.